Happy birthday to you. Happy birthday to you. നമ്പർ കിട്ടി. രണ്ട് നമ്പർ ഉണ്ട്. ഹലോ. അയച്ചിട്ടുണ്ട് കേട്ടോ. ആ ശരി ചേച്ചി, ഞാൻ വിളിക്കാട്ടാ. നീ നമ്പർ പറയാ, ഞാൻ സെർച്ച് ചെയ്ത് നോക്കട്ടെ. 8156805841. കാശി തരാത്ത തെണ്ടി, ഇതായിരിക്കും ഇങ്ങനെ സേവ് ചെയ്തേക്കുന്നത്. അടുത്തത് 9847285464. ഡി പേര് കിട്ടി, ഷീബ. അത് ചിലപ്പോ വേറെ ആരുടെയും പേരിൽ സിം എടുത്തിട്ട് അങ്ങനെ സേവ് ചെയ്തേക്കണാണല്ലോ. Happy birthday to you. ഒരു പേര് കിട്ടിയിട്ടുണ്ട്, ഷീബ. ഷീബ? അതേടി ഷീബ. എടി, കോൾ ലിസ്റ്റിന്റെ കോപ്പി എടുത്തിട്ട് മെയിൽ ഓപ്പൺ ചെയ്താലോ? ബർത്ത്ഡേ സെലിബ്രേഷൻ അല്ലേ, അടുത്ത വർഷം ആഘോഷിക്കാമല്ലോ. നീ ലാപ്ടോപ്പ് എടുത്തേ. നിങ്ങൾ ആ 2 നമ്പറിന്റെ പാറ്റേൺ ശ്രദ്ധിച്ചോ? എപ്പോഴൊക്കെ 45 to 50 മിനിറ്റ്സ് പകല് വിളിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ 3 മിനിറ്റ്സ് ഈ നമ്പറിലേക്ക് കോള് പോയിട്ടുണ്ട്. അതായത് കാശ് തരാത്ത തെണ്ടി എന്ന് പറഞ്ഞ ആളും ഈ ഷീബയും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ട്. അയാളാണ് ഇവരെ തമ്മിൽ കണക്ട് ചെയ്തേക്കണത്. പിന്നെ എങ്ങനെ ഇത് കണ്ടുപിടിക്കും? ചേച്ചി വിളിച്ചു ചോദിച്ചാലോ? അതെങ്ങനെയാണ് ശരിയാവണത്? ചേച്ചി ഇപ്പൊ വിളിച്ചേക്കണ അയാൾ വീട്ടിലില്ലാത്ത സമയം നോക്കിയാണെങ്കിലോ? മാത്രമല്ല, ഞാൻ ഫോൺ സൈലന്റ് ആക്കിയാണ് കൊടുത്തേക്കണത്. അപ്പൊ ഞാനിപ്പോ വിളിച്ചാലും ചേച്ചി അറിയാൻ പോണില്ല. അപ്പൊ നമ്മൾ ഇനി രാവിലെ ചേച്ചി വിളിക്കണ വരെ നോക്കണം അല്ലേ? ഞാൻ പണിക്ക് പോകണ്ട, ഞാൻ ആക്കി തരാം. വാ. അല്ല, ഞാൻ പൊക്കോളാം. നീ കയറ്, ആക്കി തരാം. വാ. ഞാൻ വെറുതെ വെച്ച് പിന്നെ എങ്ങനെയുണ്ട് ഇവക്കടെ പണി? എങ്ങനെയുണ്ട്? ഇപ്പൊ എന്റെ ബന്ധുവിന്റെ ഒരു ചുരിദാറിന്റെ പണി നടക്കണേ. പാന്റിന്റെ പണി കഴിഞ്ഞു, ഇനിയിപ്പോ ചുരിദാറിന്റെ ടോപ്പിന്റെ പണി മാത്രമേ ഉള്ളൂ. അതിപ്പോ നാളത്തെ കൊണ്ട് തീരും. കൊച്ചിനെ ഞാൻ വർഗീസ് വീട്ടിലാക്കി. അവിടെ പിന്നെ ഓളേങ്കാസ് ഉണ്ടല്ലോ, അപ്പൊ അവള് അവരുടെ കൂടെ പഠിച്ചോളൂ. വർഗീസിന്റെ മോള് കൂട്ടുകാരത്തിയാണല്ലോ. ചേച്ചീനെ വിശ്വസിച്ചാണ് ഞാൻ ഏൽപ്പിക്കണത്. അപ്പൊ ഒന്നും നോക്കിക്കോണേ. ശരി ചേച്ചേ, ഞാൻ പോണേ. ശരി. ചേച്ചി, ഞങ്ങൾ ജോലിക്ക് പോകാണ്ട് ചേച്ചിയുടെ കോളിന് കാത്തിരിക്കായിരുന്നു. ഓ ആണോ? ഒരു പേര് കിട്ടിയിട്ടുണ്ട്, ഷീബ. ആണോ? അതെങ്ങനെ? അതിനൊക്കെ ഇപ്പൊ സംവിധാനം ഉണ്ട് ചേച്ചി. നമ്പർ ഇട്ട് കഴിഞ്ഞാൽ പേര് കിട്ടും. ആരെങ്കിലും ഏതെങ്കിലും ഒരു മൊബൈല് ആ നമ്പർ സേവ് ചെയ്തിട്ടാ മതി, നമുക്ക് പേര് കാണാൻ പറ്റും. ചേച്ചിക്ക് ഒരു ഷീബേനെ അറിയാവോ? എനിക്കറിഞ്ഞൂടാ. ഷീബ എന്നുള്ളൊരു പെണ്ണിന്റെ പേര് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഷീബ എന്നാണ് പെണ്ണിന്റെ പേര്. ആകാനും ആകാതിരിക്കാനും സാധ്യതയുണ്ട്. വേറൊരു നമ്പർ നോക്കുമ്പോഴേ അതിൽ ഈ കാശ് തരാത്ത തെണ്ടിന്നാ സേവ് ചെയ്തേക്കുന്നത്. ആരെങ്കിലും പിശുക്കനോ കാശ് തരാത്ത ആളോ അങ്ങനെയുള്ള ആരെങ്കിലും കുറിച്ച് ചേട്ടൻ പറഞ്ഞതായിട്ട് ഓർമ്മയുണ്ടോ? എന്ന് വെച്ചാൽ ആരോ ഫോണിൽ ഇയാളുടെ പേര് കാശ് തരാത്ത തെണ്ടിന്ന് സേവ് ചെയ്തിട്ടുണ്ട്. ഇല്ല, അങ്ങനെ ഒരാളെ പറ്റിയൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. ശരി എന്നാ ചേച്ചി, അതൊന്ന് ആലോചിച്ചിട്ട് പറ. എന്നെ വിളിച്ചാതേട്ടാ. ശരി. ആ ശരി. ഡി, നമുക്ക് ഈ കാശ് തരാത്ത തെണ്ടിയുടെ നമ്പറിലേക്ക് വിളിച്ചു ചോദിച്ചാലോ? അയാളെടുത്ത് നമ്മളോട് എന്തിനാ വിളിച്ചെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ഉത്തരം പറയും? എന്തായാലും ഒന്ന് വേഗം തീർക്കത്, എനിക്ക് പണിക്ക് പോണം. സുനിത, ബാക്കി 500 ഞാൻ പിന്നെ തരാട്ടോ. ഞാൻ നിനക്ക് ആ പഴയ ഫോൺ മേടിച്ച് ഞാൻ പുതിയ ഫോൺ മേടിച്ചു കേട്ടാ. ആ കാശ് തന്നുള്ള തെണ്ടി ആ കാശ് തന്നുണ്ട്. അതാരാ? ആ ബാലിച്ചേട്ടല്ലേ? ഹലോ. ഹലോ. ഈ കാശ് തരാത്ത ആളാരെന്ന് മനസ്സിലായിട്ടാ. ആരാ? അത് ഈ കോൺട്രാക്ടർ ബാലുചേട്ടൻ എന്ന് പറഞ്ഞ ഒരാളാ. ഇനി ഇയാളും ആ ഷീബയും തമ്മിലുള്ള കണക്ഷൻ കണ്ടുപിടിച്ചാൽ മതി.
അല്ല ഈ ഷീബ എന്നുള്ളത് ഒറിജിനൽ ആണോ ഫേക്ക് ആണെന്നുള്ളതും കണ്ടുപിടിക്കണം. വല്ല കൊറിയർ സർവീസിന്റെ പേരും പറഞ്ഞ് വിളിച്ചാ പോരെ? വല്ല പാഴ്സൽ ഡെലിവറി ചെയ്യാനാന്ന് പറഞ്ഞ് ചുള്ളിന് അഡ്രസ് മേടിച്ചെടുക്കണം. ചേച്ചിക്ക് അവിടെ അടുത്ത് കൊറിയർ സർവീസിൽ ആരെങ്കിലും പരിചയം ഒന്ന് പോടി അവിടുന്ന്. അവർ ജീവിതത്തിൽ കൊറിയർ ഓഫീസ് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അതെ ചേച്ചി, നമുക്ക് പെണ്ണിന്റെ വീട് കണ്ടുപിടിക്കണമെങ്കിൽ കൊറിയർ സർവീസ് എന്നാന്ന് പറഞ്ഞ് വിളിച്ചാൽ മതി. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു നമ്പർ എടുക്കണം. ആ നമ്പർ എടുക്കാൻ ആധാറും കൊണ്ടുപോകണം. അപ്പൊ അത് മാത്രമല്ല, അവരുടെ കയ്യിൽ ട്രൂ കോളർ ഉണ്ടെങ്കിൽ അവർ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവും. അപ്പൊ അതിന് ആദ്യം നമ്മൾ സിം എടുത്തിട്ട് ട്രൂ കോളറിൽ സേവ് ചെയ്യണം. എന്നാലേ നമുക്ക് ഈ സംഭവം വിളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് മൊത്തത്തിൽ ഭയങ്കര ചടങ്ങാണ്. അപ്പൊ ഞാൻ വന്നിട്ട് ചെയ്താ പോരെ ചേച്ചി? നമുക്കിപ്പോ ഏതായാലും ആ പെണ്ണിന്റെ പേര് കിട്ടിയില്ലേ? ശരി.